ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നോ ടീൽ ടു ടെൽ എന്ന സൗത്ത് കൊറിയൻ ഡ്രാമയുടെ 4ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിലായിട്ട് നമ്മുടെ കങ്ങിൻ്റെയും മൂസിയോക്കിൻ്റെയും ലൈഫുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പായി പോയതും അതിപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന കങ്ങിനെയും നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ തൻ്റെ അപ്പാർട്ട്മെന്റ് ആണെന്ന് പറഞ്ഞ് വേറെ ആരുടെ അപ്പാർട്ട്മെന്റിൽ അതിക്രമിച്ച് കയറിയ നമ്മുടെ കങ്ങിനെ പോലീസുകാർ ജയിലിലടക്കുകയും അവൻ്റെ കോച്ച് ഇപ്പം അവനെ വന്ന് അവിടെ നിന്ന് പുറത്തിറക്കി കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് താൻ ഇപ്പോൾ പണ്ടത്തെ പോലെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ഒന്നും അല്ലെന്നും വളരെ ലോക്കൽ ആയിട്ടുള്ള ഒരു 4th ഡിവിഷൻ ഫുട്ബോൾ പ്ലെയർ മാത്രമാണെന്ന് കോച്ചിൽ നിന്ന് അറിയുന്നവൻ വളരെ ദേഷ്യത്തോടെയും വിഷമത്തോടെയും അവിടെ നിന്ന് പോകുമ്പോഴാണ് അവനിപ്പോൾ വൂസിയോക്ക് വിളിച്ചിട്ട് തനിക്ക് വേണ്ടി കങ്ങ് ആ ഒരു ഫോക്സിൻ്റെ അടുത്ത് ചോദിച്ചിരുന്ന വിഷ് കിട്ടിയെന്നും അവനിപ്പോൾ ഒരു നാഷണൽ ടീമിൻ്റെ ഭാഗമാണെന്നൊക്കെ വളരെ എക്സൈറ്റഡ് ആയിട്ട് കങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് സ്വാപ്പായി പോയ കാര്യമൊന്നും അവന് അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കങ്ങിപ്പോൾ ഇവരുടെ ലൈഫ് സ്വാപ്പായി പോയ കാര്യമൊക്കെ പറയുമ്പോൾ തൻ്റെ ജീവിതമാണല്ലോ ഇപ്പം കങ്ങ് അനുഭവിക്കുന്നത് എന്നാലോചിച്ച് അവനെതിരെ വിഷമം തോന്നുകയും ആകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ അച്ഛൻ വന്നിട്ട് അവനെ വിളിക്കുന്നത്. നോക്കുമ്പോൾ ആ ഒരു വലിയ അപ്പാർട്ട്മെന്റിൽ അവൻ്റെ അച്ഛൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ തൻ്റെ മകൻ ഇത്രയും വലിയൊരു പ്ലെയർ ആയതിൽ താൻ എത്രമാത്രം അഭിമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്റ്റാർട്ടിങ്ങിലത്തെ എപ്പിസോഡിൽ ഇവൻ്റെ ഒറിജിനൽ ലൈഫിൽ വളരെയധികം വിഷമിച്ചിരുന്ന ഒരു അച്ഛനെയാണ് കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അച്ഛൻ വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നത് കണ്ടിട്ട് ബൂസിയോക്കിനും ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അവൻ വീണ്ടും കങ്ങിനെ വിളിച്ചിട്ട് താൻ ഒരുപാട് ആഗ്രഹിച്ചൊരു ലൈഫാണ് താനിപ്പോൾ ജീവിക്കുന്നതെന്നും അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ തന്നെ ജീവിക്കാനായിട്ടുള്ള ആഗ്രഹം എനിക്കുണ്ടെന്നും അതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും പഴയതുപോലെ ലൈഫുകൾ സ്വാപ്പ് ചെയ്ത് നോർമൽ ആവാമെന്ന് വൂസിയോക്ക് പറഞ്ഞിട്ട് കങ്ങിന്റെ റിപ്ലൈ പോലും കേൾക്കാണ്ട് അവൻ പെട്ടെന്ന് ഫോണ് കട്ട് ചെയ്ത് പോവുകയാണ്. മാത്രമല്ല അവരുടെ ലൈഫുകൾ സ്വാപ്പ് ചെയ്ത കാരണം കൊണ്ടും വൂസിയോക്ക് ഇപ്പോൾ വളരെ റിച്ച് ആയതുകൊണ്ടും ഇപ്പോൾ ആ ഒരു ഫോക്സിന്റെ കാർഡ് ഇരിക്കുന്നത് വൂസിയോക്കിന്റെ കയ്യിലാണ്. സോ വൂസിയോക്കിനും കൂടി സമ്മതം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ ഒരു ഫീറ്റ് എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ താൻ പെട്ടെന്ന് മനസ്സിലാക്കുന്ന അവൻ അപ്പം തന്നെ പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ലണ്ടനിലേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോൾ അവിടേക്ക് നമ്മുടെ ഗുമിഹോ എത്തിയിട്ട് അവനോട് നീ അന്ന് എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യം കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്നും നാളെ രാവിലെ ഇരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നോർമലാക്കി തരാമെന്നും അവനോട് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവൻ ഇത്തിരി സമാധാനമൊക്കെ ആകുന്നത്. അങ്ങനെ അതിനുശേഷം അവനിപ്പോൾ അവിടെ നിന്ന് ടാക്സി വിളിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ഈഹൂൺ എന്ന ആ ഒരു ബിസിനസ്മാനെ ജയിലിൽ വെച്ച് രക്ഷിച്ച ഒരു ഷാമൻ ഉണ്ടായിരുന്നില്ലേ, അവനാണെങ്കിൽ ഇപ്പൊ നമ്മളുടെ കങ്ങിനെ തട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം അവനിപ്പോൾ ഈ 9-tailed ഫോക്സിന്റെ ക്ലയന്റ് ആണെന്ന് അറിഞ്ഞ ആ ഒരു ഷാമനാകട്ടെ ഇവനെ ഒരു ബെയ്റ്റായിട്ട് ഉപയോഗിച്ചിട്ട് ആ ഫോക്സിനെ പിടിച്ച് അവളെ കൊന്നു കളഞ്ഞതിന് ശേഷം അവന് അവളുടെ ആ ഒരു എനർജി തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇതേ നേരം തന്നെ അവന് തട്ടിക്കൊണ്ടു വന്നതിന് ശേഷം അവൻ്റെ അടുത്ത് നമ്മുടെ ഫോക്സിന്റെ കാർഡ് ഉണ്ടോന്നൊക്കെ അവർ തപ്പി നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. കാരണം ഇപ്പം ആ ഒരു കാർഡ് ശരിക്കും ഇരിക്കുന്നത് വൂസിയോക്കിന്റെ കയ്യിലായിരുന്നു. അങ്ങനെ പിന്നീട് താൻ എന്തിനാണ് പിടിച്ചുകൊണ്ട് വന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴാണ് ഈ 9-tailed ഫോക്സിനെ കൊല്ലാൻ പോകുന്ന കാര്യമൊക്കെ ആ ഷാമനും ലിയോണും കൂടിയിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ കാര്യം ആ ഒരു ഫോക്സിനെ കങ്ങിനെ ഒട്ടുന്നതിന് താല്പര്യമില്ലെങ്കിലും അവളെ കൊല്ലുന്നതിനായിട്ട് അവന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ അവളെ ഒരിക്കലും ഞാൻ വിളിക്കില്ലെന്ന് അവനിപ്പോൾ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. സോ ഇത് കേട്ട് ദേഷ്യം വരുന്ന ലിയോൺ ഒരു കല്ലെടുത്ത് അവൻ്റെ തലയിലടിച്ച് അവനെ ബോധം കെടുത്താണ്. ഇതേ നേരം തന്നെ നമ്മുടെ ഗുമിഹോക്ക് ആകട്ടെ അവളുടെ കുറച്ച് പവേഴ്സൊക്കെ കുറഞ്ഞു പോകുന്ന ഒരു ഫീല് കിട്ടുന്നുണ്ടായിരുന്നു. സോ അതുകൊണ്ട് കങ്ങിന് എന്തോ പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കി അവൾ അവിടേക്ക് എത്തുമ്പോഴാണ് ഷാമൻ അത് അവൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ട്രാപ്പായിരുന്ന കാര്യം അവൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല ആ ഒരു ഷാമൻ ആകട്ടെ അവന്റെ പവർ വെച്ച് അവൾക്ക് ആ ഒരു വട്ടത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അതിനു ചുറ്റും ഒരു ബാരിയർ ഒക്കെ പണിതിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾ അവിടെ ട്രാപ്പ് ചെയ്തതിന് ശേഷം ആ ഒരു ഷാമൻ ആകട്ടെ ആ ഒരു മ്യൂസിയത്തിൽ നിന്ന് അവൾ തന്നെ പണ്ടുണ്ടാക്കിയിട്ടുള്ള അവളെ കൊല്ലാൻ പറ്റുന്ന ഒരേ ഒരു വെപ്പൺ ആയിട്ടുള്ള ആ ഒരു പ്രത്യേക കത്തി എടുത്തിട്ട് അവളെ പെട്ടെന്ന് തന്നെ കുത്തുന്നുണ്ട്. അങ്ങനെ കുത്ത് പെട്ടെന്ന് കൊണ്ടെങ്കിലും പിന്നീടാണ് അവൻ നേരത്തെ കുത്തിയത് വെറും ഒരു ഡമ്മീനിയാണെന്നുള്ള കാര്യം അവൻ കാണുന്നത്. കാരണം അപ്പോഴേക്കും നമ്മുടെ ഫോക്സ് ആകട്ടെ തന്ത്രപൂർവ്വം തന്നെ അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഈ ഒരു ഷാമന്റെ വലയത്തിനുള്ളിൽ അവളുടെ പവേഴ്സ് ഒന്നും വർക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. പക്ഷെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഗുമിഹോ ആകട്ടെ അവളുടെ ബുദ്ധി വെച്ച് തന്നെ അവന് മ്യൂസിയത്തിൽ നിന്ന് പോയി എന്ന് അറിഞ്ഞ നിമിഷം മുതൽ അവന് കണ്ടുപിടിക്കുന്നതിൽ മാത്രമായിരുന്നില്ല, അവനെ പറ്റി അറിഞ്ഞ സമയത്ത് അവൻ്റെ പഴയ വീട്ടിലേക്കൊക്കെ പോയിട്ട് അവിടെ വെച്ച് അവൾ കുറേ ആത്മാക്കളെയൊക്കെ കാണുന്നുണ്ട്. സോ അവരിൽ നിന്ന് അവൻ ആരാണെന്നും അവൻ എന്താണെന്നുള്ള എല്ലാ ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് വന്ന ഗുമിഹോ അവളുടെ പവേഴ്സ് വെച്ചിട്ട് തന്ത്രപൂർവ്വം തന്നെ രക്ഷപ്പെടുകയും അവർക്ക് രണ്ടുപേർക്കും അവളുടെ ഫിംഗേഴ്സ് ഒന്ന് സ്വാപ്പ് ചെയ്തതിന് ശേഷം അവർക്കിട്ട് ഒരു 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇപ്പം താഴെ ഇഞ്ചോർഡായിട്ട് മരിക്കാൻ കിടക്കുന്ന കങ്ങിനെ അവളിപ്പോൾ അവളുടെ പവേഴ്സ് വെച്ച് രക്ഷപ്പെടുത്തുന്നുണ്ട്. കാരണം ഇനി അവളുടെ ഇൻവോൾവ്മെന്റിൽ ഒരു മനുഷ്യൻ കൂടി മരിക്കുകയാണെങ്കിൽ അതിനി തനിക്ക് വേറൊരു പണിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് അവൾ അത് ചെയ്യുന്നെങ്കിലും
അവൻ ഓക്കെ ആയിട്ട് എണീറ്റ് വരുമ്പോൾ ഞാൻ കാരണമാണ് നീ ഇത്രയും വലിയ ആപത്തിലൊക്കെ വന്നുപെട്ടേന്ന് പറഞ്ഞ് ഗുമിഹോ ഇപ്പോൾ അവൻ്റെ അടുത്ത് സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്കൊരു പെയിൻ വന്നിട്ട് അവളുടെ ഉള്ളിൽ ഉള്ള ഫോക്സുകളുടെ ശരീരത്തിലുണ്ടാവുന്ന പ്രത്യേകതരം ഒരു ബീഡ് പുറത്തേക്ക് വരുന്നത്. ആക്ച്വലി ഈ ബീഡിനകത്താണ് അവരുടെ ഫുൾ എനർജിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഇപ്പോൾ ആ ഒരു ബീഡ് പുറത്തേക്ക് വന്ന് അത് പൊട്ടിപ്പോവുകയും അവൾ ബോധം കെട്ട് അവിടെ താഴെ വീഴുകയാണ്. ഇതേ നേരം തന്നെ പാസ്റ്റില് അവളുടെ സിസ്റ്റർ ഒരു ഫോക്സിൽ നിന്നും ഒരു മനുഷ്യനായതിനെ തുടർന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് ലാസ്റ്റ് ഓൾഡ് ഏജിലായിട്ട് മരിക്കാനിരിക്കുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. ഇതിനു മുമ്പ് ഒരിക്കല് ഗുമിഹോയുടെ അടുത്ത് ആ ഒരു സിസ്റ്റർ തന്റെ കൺമുമ്പിലേക്ക് വരരുത് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് അന്ന് അത് നടന്നേ പിന്നെ ഇന്നാണ് അവൾ ഏറ്റവും അവസാനമായിട്ട് കണ്ണീരോടെ തന്റെ സിസ്റ്ററിനെ കാണാനായിട്ട് വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് നിന്റെ പോലെ ഒരു മനുഷ്യനെ സ്നേഹിച്ച് ഒരു മനുഷ്യനായി തീർന്ന് ഇത്രയും നരകീയമായിട്ടുള്ളൊരു ജീവിതം ഞാൻ നയിക്കില്ലെന്നും ഒരിക്കലും ഞാൻ ഒരു മനുഷ്യനായിട്ട് മാറില്ലെന്നും അവൾ സ്വയം പ്രോമിസ് ചെയ്ത ഒരു സീനും കണ്ടിട്ട് അവൾ പെട്ടെന്ന് സ്വപ്നത്തിൽ നിന്ന് ഞെട്ടി എണീക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവൾ നമ്മളുടെ കങ്ങിന്റെ അടുത്ത് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തലേ ദിവസം അവളുടെ ഫോക്സിന്റെ ആ ഒരു ബീഡ് താഴെ വീണ് പൊട്ടിയ കാരണം കൊണ്ട് ഇപ്പം മുതൽ അവളുടെ യാതൊരു പവേഴ്സും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസം അവള് കങ്ങിന്റെ വളരെ പ്രഷ്യസ് ആയിട്ടുള്ള ആ ഒരു ലൈഫ് സേവ് ചെയ്ത കാരണം കൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്തതിനു ശേഷം അവളിപ്പോൾ ഒരു മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ ഗുമിയോക്കാകട്ടെ ഒരിക്കലും താല്പര്യമില്ലാത്ത ഒരു കാര്യമായിരുന്നു ഇങ്ങനെ മനുഷ്യനായിട്ട് ജീവിക്കാന്നുള്ളത്. ഇതേ നേരം കങ്ങിനെ പറ്റി പറയുകയാണെങ്കിലോ രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് സ്വാപ്പ് ആവുമെന്നായിരുന്നല്ലോ ഗുമിഹോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ ഗുമിഹോടെ അല്ല സാധാരണ മനുഷ്യനായിട്ടുള്ള നമ്മുടെ ഊൺഹോയുടെ പവേഴ്സ് ഒക്കെ പോയത് കാരണം കൊണ്ട് അവനിപ്പോ തിരിച്ച് അവന്റെ തന്റെ ഫേറ്റിലോട്ട് മാറാനും സാധിക്കുമായിരുന്നില്ല. സോ ഊൺഹോയ്ക്കായാലും കങ്ങിനായാലും ഒരു ട്രാപ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പോ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അവളിപ്പോ നേരെ ഡിവൈൻ ആയിട്ടുള്ള പേഗണിരിക്കുന്ന ആ ഒരു ടെമ്പിളിലേക്ക് പോകുന്നുണ്ടെങ്കിലും അവിടെ വെച്ച് ഒരു മോങ്കിൽ നിന്നിട്ട് പേഗൺ അവിടെ ഇല്ലെന്നും പോകുന്നേക്കാളും മുമ്പ് നിനക്ക് അവനൊരു ഗിഫ്റ്റ് തന്നിരിക്കുന്ന കാര്യവും അവള് അറിയുന്നുണ്ട്. സോ ഇതിനുള്ള എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ആയിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവളിപ്പോൾ ആ ഒരു ഗിഫ്റ്റ് നോക്കാൻ പോകുമ്പോഴാണ് അത് അവൾക്ക് വേണ്ടി ഗിഫ്റ്റ് ഒന്നും അല്ലെന്നും പകരം ഒരു ID കാർഡാണെന്നും അവൾ കാണുന്നത്. അതിൽ അവളുടെ പേരാകട്ടെ ഒക്സുവും എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. ഒരു മനുഷ്യനായി കഴിഞ്ഞാൽ നിനക്ക് ഏറ്റവും കൂടുതൽ വേണ്ടി വരിക ഇതായിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് വേഗൺ എന്ന ആ ഒരു ഡയറ്റ് ഇപ്പോൾ അവൾക്ക് ഈ ഒരു ID കാർഡ് കൊടുത്തിരിക്കുന്നത്. സോ ഇതും കണ്ട് ദേഷ്യം വരുന്ന ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പവേഴ്സ് എല്ലാം നഷ്ടപ്പെട്ട ഗുമിഹോ ആയ നമ്മുടെ ഊൺഹോ ആകട്ടെ ആ ഒരു ടെമ്പിൾ കത്തിക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ പോലീസുകാർ വന്നിട്ട് അവളിപ്പോൾ ജയിലിൽ ഇട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ ജയിലിൽ കിടക്കുമ്പോഴാണ് തലേ ദിവസത്തെ കാര്യങ്ങളും അവളെ കൊല്ലാനായിട്ട് ശേഷിയുള്ള ആ ഒരു വുഡൻ കത്തിയും നഷ്ടപ്പെട്ടു പോയ കാര്യം അവൾ ആലോചിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവള് കങ്ങിന്റെ അടുത്ത് അതൊന്ന് എടുത്തുകൊണ്ട് വരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുകയും ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമില്ലാത്ത കങ്ങ് അവന്റെ ഫ്രണ്ട്സിനെയും കൂടിയിട്ട് ഇപ്പൊ ഒരു കത്തി എടുക്കാനായിട്ട് അവിടെ ചെല്ലുമ്പോൾ തലേ ദിവസം അങ്ങനെ ഒരു റിച്വൽ നടന്നതിന്റെ ഒരു സൈനോ സിംബലോ ഇല്ലാണ്ട് ഫുള്ളും ക്ലീൻ ആയിട്ടായിരുന്നു ആ ഒരു ബിൽഡിംഗ് കിടന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ അവൻ അന്വേഷിച്ചു വന്ന ആ ഒരു കത്തിയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചു വന്ന് അവൻ ഈ കാര്യങ്ങളൊക്കെ ഉൺഹോന്റെ അടുത്ത് പറയുന്നതിന്റെ ഒപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അവനൊരു ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ വായിച്ചുവെന്നും അതില് മറ്റേതോ ഒരു 9-tailed ഫോക്സിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ന്യൂസ് ആണെന്നുള്ള കാര്യം അവനപ്പോൾ ഉൺഹോയുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ഇതേക്കുന്ന ഉൺഹോ ആകട്ടെ ഈ ലോകത്ത് ആകുകൂടി ജീവിച്ചിരിക്കുന്ന ഒരു 9-tailed ഫോക്സ് താൻ മാത്രമാണെന്നും വേറെ ആരും ഇല്ലെന്നും അതൊക്കെ ഫേക്ക് ആണെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇത് കേൾക്കുന്ന കങ്ങാകട്ടെ അതങ്ങനെയല്ലെന്നും കാരണം ആ ഒരു ആർട്ടിക്കിളില് ആ ഒരു 9-tailed ഫോക്സിനെ കണ്ടു എന്ന് പറയുന്ന 2 പേരെ അവൻ പേഴ്സണലി പോയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടെന്നും അവരോട് സംസാരിച്ചപ്പോഴാണ് അവര് രാത്രി ആ ഒരു മലയിലെ കുടുങ്ങിപ്പോയിട്ട് ശ്വാസം കിട്ടാണ്ട് മരണത്തിന്റെ മുഖാമുഖം കണ്ടിരുന്ന നേരത്താണ് ആ ഒരു 9-tailed ഫോക്സ് തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് തങ്ങളെ രക്ഷിച്ച കാര്യങ്ങളൊക്കെ അവരിപ്പോൾ കങ്ങിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ വിറ്റ്നസിനെ നേരെ പോയിട്ട് കണ്ട കാരണം കൊണ്ട് അത് ഫേക്ക് ആവില്ലെന്നും അത് സത്യമാണെന്നും കങ്ങ് പറയുന്നുണ്ട്. മാത്രമല്ല ഇനി ആ ഒരു 9-tailed ഫോക്സിന്റെ അടുത്തെങ്ങാനും പോയിട്ട് ഒരു വിഷയങ്ങാനും പറഞ്ഞ് അങ്ങനെയെങ്കിലും തന്റെ പഴയ ഒരു ലൈഫിലേക്ക് പോകണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ പിന്നീട് അവർ 2 പേരും കൂടി ആ ഒരു പേപ്പർ ചെക്ക് ചെയ്യുമ്പോഴാണ് അത് 1997 നടന്ന ഒരു കാര്യമാണെന്ന് അവൻ കാണുന്നത്. സോ ഇത്രയും വർഷം മുമ്പ് നടന്നൊരു പേപ്പർ വളരെ കോയിൻസിഡൻസ് പോലെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുമ്പിൽ വന്ന് വീഴുന്നതിലും കറക്റ്റ് ഉള്ളത് കാണുന്നതിലൊക്കെ എന്തൊക്കെയോ പന്തികേട് ഊൺഹോക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മിക്കതും ഇത് ദൈവത്തിന്റെ തന്നെ പണിയായിരിക്കുമെന്നും ദൈവങ്ങളെ ഇനി എന്തൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്ന് തനിക്ക് അറിയില്ലെന്നും പക്ഷെ എന്തൊക്കെ ആയാലും അത് ഫേസ് ചെയ്യാൻ തയ്യാറാണെന്നും പറഞ്ഞ് വളരെ ബോൾഡ് ആയിട്ടുള്ള നമ്മുടെ ഊൺഹോ ആകട്ടെ കങ്ങനെയും കൂട്ടി ആ ഒരു മൗണ്ടെയിനിലേക്ക് പോവാനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ അവർ മല കയറാനായിട്ട് തുടങ്ങുമ്പോൾ യാതൊരു പ്രിപ്പറേഷൻസും ഇല്ലാണ്ട് വന്ന കാരണം കൊണ്ട് ബാക്കി എല്ലാവരും അവരെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഒരു കപ്പിൾസിനെ പോലെ തോന്നിക്കുന്ന അവര് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫൈറ്റ് ചെയ്ത് കയ്യിൽ ഒരു പ്രിക്കോഷനും ഇല്ലാണ്ട് പ്രത്യേകിച്ച് ഈ രാത്രി ഇങ്ങനെ മല കയറാൻ വന്നത് കണ്ട് ഇനി എങ്ങാനും ഇവര് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ രാത്രി ഇവിടെ വന്നിരിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവര് പോലീസുകാരെ വിളിച്ച് പറയുകയും അവര് വന്നിട്ട് ഊൺഹോനെയും കങ്ങനെയും രാത്രി മല കയറാൻ സമ്മതിക്കാണ്ട് താഴേക്ക്
വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യാണ്. അങ്ങനെ അതിനുശേഷം ഒത്തിരി ടയേർഡായിട്ടുള്ള അവർ രണ്ടുപേരും കൂടി ഫുഡൊക്കെ കഴിക്കുന്നതിനിടയിൽ ഇങ്ങനെ മനുഷ്യനായി മാറിയതിനു ശേഷം അവൾക്ക് എല്ലാ കാര്യങ്ങളോടും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. ഈവൻ ഫുഡ് കഴിക്കുന്നതിൽ പോലും അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കണ്ടിട്ട് കങ്ങാണ് ഇപ്പോൾ അവളുടെ ഫുഡ് പോലും ശരിയാക്കി കൊടുക്കുന്നത്. അങ്ങനെ അതിനുശേഷം വളരെ ടയേർഡായിട്ടുള്ള ഊൺഹോ ആകട്ടെ അവിടെ കിടന്ന് ഉറങ്ങിപ്പോകുമ്പോൾ കങ്ങ് വന്ന് അവളെ കുറച്ചു നേരം നോക്കി ഇരിക്കുന്നുണ്ട്. ഇതേ നേരം തന്നെ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്ന ഈ 9 tailed ഫോക്സിനെ കൊന്നുകളയാൻ പറ്റുന്ന ആ ഒരു സ്പെഷ്യൽ കത്തി വെച്ചിട്ട് ഒരാൾ വയറ്റിൽ തന്നെ കുത്തുന്നതും അത് മറ്റാരുമല്ല കങ്ങ് തന്നെയാണ് തന്നെ അങ്ങനെ കൊല്ലുന്നതും എന്നുള്ളൊരു സ്വപ്നം കണ്ടിട്ട് പെട്ടെന്ന് ഊൺഹോ ഞെട്ടി കണ്ണ് തുറക്കുമ്പോൾ തന്റെ മുമ്പിലിരുന്ന് തന്നെ നോക്കുന്ന കങ്ങനെയാണ് അവള് കാണുന്നത്. സോ ഈ ഒരു സ്വപ്നം കണ്ട് ആകെ പേടിച്ചിരിക്കുന്ന മനുഷ്യനായി മാറിയ ഊൺഹോനെയും കാണിച്ച് ഇന്നത്തെ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഫ്രണ്ട്സ്, ഈ 9 tailed ഫോക്സുകൾക്ക് പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറൊക്കെ കാണാൻ പറ്റുന്ന ഒരു കഴിവുണ്ടല്ലോ. സോ അങ്ങനെ ഒരു ഫ്യൂച്ചർ ആണോ ഇനി ഒരു പക്ഷെ നമ്മളുടെ ഊൺഹോ കണ്ടിട്ടുണ്ടാവാം. അതുപോലെ ഒരു മനുഷ്യനായിട്ട് മാറിയതിനു ശേഷം ഇനി എന്തൊക്കെയാണ് അവളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത്, പവേഴ്സ് ഇല്ലാണ്ട് എത്ര നാൾ അവൾക്ക് ജീവിക്കാൻ പറ്റുന്നു, അതുപോലെ പാവം നമ്മുടെ കങ്ങിന്റെ കാര്യത്തിൽ അവൻ അർഹതപ്പെട്ട ആ ഒരു ജീവിതം അവന് തിരിച്ചു കിട്ടുമെന്നൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ കൂടെ നമുക്ക് കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ അടുത്ത എപ്പിസോഡായിട്ട് നാളെ വീണ്ടും കാണാം. ടേക്ക് കെയർ ആൻഡ് ബൈ.